ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ കോൺട്രഡിക്ഷൻ, ടോട്ടോളജി, കോണ്ടിൻജൻസി, ഈ 3 കേസാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടോട്ടോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? കംപ്ലീറ്റ് എല്ലാ ലാസ്റ്റത്തെ എല്ലാ വാല്യൂസും ട്രൂ വരികയാണെങ്കിൽ നമ്മൾ ആ കേസിനായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞത്? ടോട്ടോളജി എന്ന് പറയുന്നത്. നേരെ മറിച്ച് എല്ലാം ഫോൾസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു അത് ഏത് കേസിലാണ് വരിക? കോൺട്രഡിക്ഷൻ എന്നുള്ള കേസിലാണ് വരിക. കോൺട്രഡിക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. അതേപോലെ തന്നെ കോണ്ടിൻജൻസി എന്ന് പറയുമ്പോൾ എന്താ വരിക? അത് ഒന്നുകിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവാം, രണ്ടും ഒരുമിച്ച് വരും. ഓക്കെ, അങ്ങനെയുള്ള കേസാണ് ഏത് വരുന്നത്? കോണ്ടിൻജൻസി വരുന്നത്. അപ്പോൾ നിങ്ങളെടുത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ 2 പ്രോബ്ലം തന്നിട്ടുണ്ടായിരുന്നു. ആ പ്രോബ്ലം ഞാൻ ഇവിടെ ഒന്ന് സോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ ആൻസറുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതാണ് വരുന്നത്. പി ക്യൂ നെഗേഷൻ ക്യൂ. നമ്മൾ ഏതാണോ ക്വസ്റ്റ്യനിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ കോളം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ 2 പ്രപ്പോസിഷൻ ആണ്, അപ്പോൾ 4 പോസിബിലിറ്റീസ് വരും. പിന്നെ അതിന് ശേഷം നെഗേഷൻ ക്യൂ, കൺജങ്ഷൻ ക്യൂ, അങ്ങനെ ഈ എല്ലാ കോളംസും നമ്മൾ ഫില്ല് ചെയ്ത് വരുമ്പോൾ നമ്മളെ ലാസ്റ്റ് കോളം എന്താണ് വരുന്നത്? കംപ്ലീറ്റ് എഫ് ആണ് വരുന്നത്. ടോട്ടൽ എഫ് വരികയാണെങ്കിൽ നമ്മൾ ആ കേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നത് എന്താണ്? കോൺട്രഡിക്ഷൻ ആണ്. നെക്സ്റ്റ് അടുത്തത് അതേപോലെ തന്നെ നമുക്ക് പി ഇംപ്ലൈസ് ക്യൂ, കൺജങ്ഷൻ നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ. ഈ കേസ് ഏതാണെന്നുള്ളതാണ് നിങ്ങളടുത്ത് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായിരുന്നു അത്? ലാസ്റ്റത്തത് 2 ട്രൂവും പിന്നെ 1 ഫോൾസ് 1 ട്രൂ. ഈ കേസാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ആരൊക്കെ? 2ഉം വരുന്നുണ്ട്. ഇത് ട്രൂവും ഫോൾസും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് എന്താണെന്ന് പറയാൻ പറ്റില്ല. ടോട്ടോളജി ആണെന്നും പറയാൻ പറ്റില്ല, കോൺട്രഡിക്ഷൻ ആണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതെന്താണ്? കോണ്ടിൻജൻസിയിൽ ഉൾപ്പെടുന്നതാണ്. നിങ്ങൾക്ക് കിട്ടിയ ആൻസറുമായിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ലെറ്റ് ടി ബി എ ടോട്ടോളജി ആൻഡ് പി an arbitrary proposition. Find the truth value of p disjunction t implies negation t. ഓക്കെ, അപ്പം നമ്മൾ ഏതൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാലും നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അതിൽ എത്ര പ്രപ്പോസിഷൻ ആണുള്ളതെന്നാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രപ്പോസിഷൻ പി ആണ്. അപ്പോൾ ഒറ്റ പ്രപ്പോസിഷൻ ആണെങ്കിൽ നമുക്കറിയാം അതിന് എത്ര പോസിബിലിറ്റി ഉണ്ടാവുള്ളൂ? 2 പോസിബിലിറ്റി ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവാം. അപ്പോൾ പിന്റെ പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? ടി, എഫ്. ഇവിടെ ടി ടോട്ടോളജിയാണ് തന്നിട്ടുണ്ട്. ടി ടോട്ടോളജി എന്ന് പറയുമ്പോൾ എന്താണ്? 2ഉം ടി ആണ് വരിക. ഇനി ഡിസ്ജങ്ഷൻ പി ഡിസ്ജങ്ഷൻ ടി എന്ന് പറയുമ്പോൾ എന്താ വരിക? ഡിസ്ജങ്ഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്നെങ്കിലും ട്രൂ ആയാൽ നമ്മളെ ഫൈനൽ ആൻസർ എന്ത് വരും? ട്രൂ വരും. ഇനി നെഗേഷൻ ടി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഈ കോളത്തിന്റെ നെഗേഷൻ, ഇതിന്റെ നെഗേഷൻ എന്ന് പറയുമ്പോൾ ടി എഫ് ആവും. ഇവിടെ എന്ത് വരും? ടി എഫ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതാണ് നമ്മൾ ടേബിളിൽ വരേണ്ടത്. പി ഡിസ്ജങ്ഷൻ ടി ഇംപ്ലൈസ് നെഗേഷൻ ടി. അപ്പോൾ നമ്മൾ ഏതൊക്കെ കോളം കൺസിഡർ ചെയ്യുക? ഈ പി ഡിസ്ജങ്ഷൻ ടീൻ്റെ കോളവും നോക്കുക, നെഗേഷൻ ടീൻ്റെ കോളവും നോക്കുക. അത് ഏത് വെച്ചിട്ട് നമുക്ക് ചെയ്യണം? ഇംപ്ലൈസ് വെച്ചിട്ട്. അപ്പോൾ ഇംപ്ലൈസ് ആകുമ്പോൾ ടി എഫ് എഫ്. അതേപോലെ തന്നെ ടി എഫ് എന്താ വരിക? എഫ് ആണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ലാസ്റ്റ് ഫൈനൽ ആൻസേഴ്സ് കംപ്ലീറ്റ് എന്താണ് വരുന്നത്? ഫോൾസ് ആണ് വരുന്നത്. ഫോൾസ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതൊരു കോൺട്രഡിക്ഷൻ ആണെന്ന് പറയാം. ക്ലിയർ അല്ലേ? ഈ ഒരു ചെയ്തിരിക്കുന്നത് എന്താണ്? കോൺട്രഡിക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് കൺസ്ട്രക്ട് ട്രൂത്ത് ടേബിൾ ഫോർ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ ഡിസ്ജങ്ഷൻ ആർ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് നോക്കുക? ഇവിടെ എത്ര പ്രപ്പോസിഷൻ ആണ് ഉള്ളതെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ എത്ര പ്രപ്പോസിഷൻ ആണ് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത്? പിയും വേണം, ക്യൂവും വേണം, ആറും വേണം. അപ്പം 3 പ്രപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. 3 ആകുമ്പോൾ നമുക്ക് എത്ര പോസിബിലിറ്റീസ് ആയിരുന്നു വരിക? 8 പോസിബിലിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ കോളവും ഫില്ല് ചെയ്യുക. ഫസ്റ്റ് പി ക്യൂ ആർ. ഓക്കെ, പി ക്യൂ ആർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു? 4 ടി ഒരുമിച്ച് എഴുതുക. ടി 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 ടി, പിന്നെ എന്ത് എഴുതുക? 4 എഫ് 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 എഫ്. ഓക്കെ, പിന്നെ ക്യൂ ആറിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ടി 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 എഫ് എഫ് ടി എഫ് എഫ്. ഇത് നിങ്ങൾ ഇതേപോലെ തന്നെ എഴുതുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു യൂണിഫോമിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ വീണ്ടും ടി 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 എഫ് എഫ് ടി എഫ് എഫ്.
അപ്പോൾ പിയും ക്യൂവും ആറും ഈ കേസുകൾ നമ്മൾ എഴുതി. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നെഗേഷൻ ക്യൂ. ഇവിടെ നോക്കുക, ഇതിൽ ഏതാണോ യൂസ് ചെയ്തത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നെഗേഷൻ ക്യൂവിൻ്റെ കോളം വേണം. അപ്പോൾ നെഗേഷൻ ക്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യൂ എന്നുള്ള കോളാണ് നോക്കേണ്ടത്. അതിൻ്റെ നെഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഓപ്പോസിറ്റ് ആണ് കൊടുക്കേണ്ടത്. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ക്യൂവിൻ്റെ ഓപ്പോസിറ്റ്, ടീൻ്റെ ഓപ്പോസിറ്റ് എഫ് ടി എഫ് ടി ഇങ്ങനെയാണ് എന്ത് വരിക, നെഗേഷൻ ക്യൂ വരിക. അടുത്ത കോളം ഏത് വേണം, നെഗേഷൻ ക്യൂ ഡിസ്ജങ്ഷൻ ആർ. നെഗേഷൻ ക്യൂ ഡിസ്ജങ്ഷൻ ആർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ കോളാണ് നോക്കേണ്ടത്, ഈ നെഗേഷൻ ക്യൂ എന്നുള്ള കോളും ആർ എന്നുള്ള കോളും. അത് ഏത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്, ഡിസ്ജങ്ഷൻ വെച്ചിട്ടാണ്. ഡിസ്ജങ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ തന്നെ നമ്മൾ ഫൈനൽ ആൻസർ എന്ത് വരും, ട്രൂ വരും. അപ്പോൾ എന്താ ഇവിടെ വരിക, ടി എഫ് ടി എഫ് ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കോളവും കിട്ടി. പിന്നെ ഫൈനലായിട്ട് വരേണ്ടത് ഏതാണ്, പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ ഡിസ്ജങ്ഷൻ ആർ. ഈ ഒരു കോളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഏത് കോളം, പി എന്നുള്ള കോളം കൺസിഡർ ചെയ്യുക. പിന്നെ ഏത് കോളം, നെഗേഷൻ ക്യൂ ഡിസ്ജങ്ഷൻ ആർ. ഈ രണ്ട് കോളേ നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അത് ഏത് വെച്ചിട്ടാണ്, ഇംപ്ലൈസ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ എന്താ വരിക, ടി അടുത്ത ഏത് വരും, എഫ് വരും, ടി അത് നിങ്ങൾ ഓരോ പ്രപ്പോസിഷൻ നോക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ ഫൈനൽ ആൻസേഴ്സിൽ നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇംപ്ലൈസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ ആരൊക്കെ ഉണ്ട്, ട്രൂവും വരുന്നുണ്ട് ഫോൾസും വരുന്നുണ്ട്, ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് എന്താണെന്ന് പറയാൻ പറ്റില്ല, ഇത് കോൺട്രഡിക്ഷൻ ആണെന്നും പറയാൻ പറ്റില്ല, ടോട്ടോളജി ആണെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതേതാണ്, കോണ്ടിൻജൻസിയിൽ ഉൾപ്പെടുന്നതാണ് ഏത്, ഈ ഒരു പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ ഡിസ്ജങ്ഷൻ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഇത് ഒന്ന് ചെയ്തിട്ട്, അതായത് നമ്മൾ ചെയ്തിട്ടേ ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക ആദ്യം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ്. പി ഡിസ്ജങ്ഷൻ ക്യൂ കൺജങ്ഷൻ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് പി. അപ്പോൾ നമ്മൾ എല്ലാം ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ആദ്യം എന്ത് നോക്കുക, എത്ര പ്രപ്പോസിഷൻ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് നോക്കുക. ഇവിടെ 2 പ്രപ്പോസിഷൻ ആണ്. 2 പ്രപ്പോസിഷൻ ആണെങ്കിൽ 4 പോസിബിലിറ്റി. അപ്പോൾ പി ക്യൂ നമ്മൾ എഴുതുക. അപ്പോൾ ഒന്ന് ടി എഫ്, അടുത്തത് എഫ് ടി എഫ് എഫ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കുക. അപ്പോൾ പി ഡിസ്ജങ്ഷൻ ക്യൂ വേണം. അപ്പോൾ പി ഡിസ്ജങ്ഷൻ ക്യൂ, ഡിസ്ജങ്ഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്നെങ്കിലും ട്രൂ ആയാൽ മതി. അപ്പോൾ ടി എഫ്. ഓക്കെ, നെക്സ്റ്റ് ആരെ വേണം, ഇവിടെ നോക്കുക. അപ്പോൾ പി ഡിസ്ജങ്ഷൻ ക്യൂ കഴിഞ്ഞു, ഇനി നെഗേഷൻ ക്യൂ വേണം. അപ്പോൾ നെഗേഷൻ ക്യൂവിൻ്റെ കോളം എഴുതുക, നെഗേഷൻ ക്യൂ. ഇപ്പോൾ ക്യൂ എന്നുള്ള കോളം കൺസിഡർ ചെയ്യുക, അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ എഫ് ടി. ഓക്കെ, അപ്പോൾ ഈ 2 കോളായി. ഇനി അതിനെ ഏത് വെച്ചിട്ട്, കൺജങ്ഷൻ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, പി ഡിസ്ജങ്ഷൻ ക്യൂ കൺജങ്ഷൻ നെഗേഷൻ ക്യൂ. കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഫൈനൽ ആൻസർ എന്ത് വരുള്ളൂ, ട്രൂ വരുള്ളൂ. അപ്പോൾ ഇവിടെ ഫോൾസ്, എഫ് ടി എഫ് എഫ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ആണ് വരുന്നത് ഏത്, പി ഡിസ്ജങ്ഷൻ ക്യൂ. നമ്മൾ ജസ്റ്റ് ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ട്, നിങ്ങൾ ഇവിടെ കംപ്ലീറ്റ് എഴുതണം. ഫൈനൽ ആൻസർ. അപ്പോൾ ഇംപ്ലൈസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ കോളാണ് കൺസിഡർ ചെയ്യേണ്ടത്, ഈ ഒരു കോളവും കൺസിഡർ ചെയ്യുക, പിന്നെ നമ്മൾ ഫസ്റ്റിലത്തെ കോളം. അപ്പോൾ ആദ്യം ഇതാണ്. അപ്പോൾ ഇംപ്ലൈസ് ഒക്കെ കമ്മ്യൂട്ടേറ്റീവ് അല്ല, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എഫ് ടി. ഓക്കെ, ഇവിടെ എഫും ടി ആണ് വരുന്നത്. അപ്പോൾ എഫ് ടി എന്തായിരുന്നു, എഫ് ടീൻ്റെ വാല്യൂ ടി ആണ്. ടി, അതേപോലെ ടി ആണ്, എഫ് എഫ് ടി ആണ്, വീണ്ടും എഫ് എഫ് ടി. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, ഇത് കംപ്ലീറ്റ് എന്താണ് വരുന്നത്, ട്രൂ ആണ് വരുന്നത്. കംപ്ലീറ്റ് ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതൊരു ടോട്ടോളജി ആണ്.
4ഉം ട്രൂ ആണ്. അപ്പോൾ വാല്യൂ എന്ത് വരും? ടോട്ടോളജി വരും. ക്ലിയർ? നെക്സ്റ്റ് ലോജിക്കൽ ഈക്വിവാലൻസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. അതിൽ പിന്നെ ടോട്ടോളജി പറഞ്ഞു, കോൺട്രഡിക്ഷൻ പറഞ്ഞു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ ഈക്വിവാലൻസസ്. നമ്മൾ സാധാരണ ഏതെങ്കിലും നമ്പേഴ്സിൻ്റെ കേസിലൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ എന്ത് പറയും? 2 + 3 = 5. അതായത് ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്താണ്? ഈക്വൽ ആണ്. നമ്മൾ ഏത് സിമ്പിൾ വെച്ചിട്ട്? ഈക്വൽ ടു സിമ്പിൾ വെച്ചിട്ട് നമ്മൾ നൊട്ടേറ്റ് ചെയ്യും സാധാരണ നമ്പേഴ്സിൻ്റെ ഒക്കെ കേസ് വരികയാണെങ്കിൽ. ഇവിടെ നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ലോജിക്കൽ ഇതിൻ്റെ കേസിൽ വരികയാണെങ്കിൽ നമ്മൾ അതിന് ഈക്വിവാലൻസ് ആണ് പറയുക. ലോജിക്കൽ ഈക്വിവാലൻസസ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രണ്ട് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ നമ്മൾ എടുക്കുക. രണ്ട് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ നമുക്ക് എടുക്കുകയാണെങ്കിൽ അത് ലോജിക്കലി ഈക്വിവാലൻ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രൂത്ത് വാല്യൂസ് എല്ലാത്തിൻ്റെ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, അതാണ് ടു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻസ് ആർ ആൻഡ് എസ് although they may look different can have identical truth values for all possible set of truth values of their components. അതായത് നമ്മൾ കാണുമ്പോൾ എന്താണ്? അത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് തോന്നുക. പക്ഷെ നമ്മളത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ട്രൂത്ത് വാല്യൂസ് എന്ത് വരും? സെയിം വരും. അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലോജിക്കലി ഈക്വിവാലൻ്റ് എന്ന് പറയും. അതിൻ്റെ നൊട്ടേഷൻ നമ്മൾ സാധാരണ ഈക്വൽ ടു ആണെങ്കിൽ ഇവിടെ ലോജിക്കൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ഈക്വിവാലൻസിൻ്റെ കേസിൽ 3 ഇത് വരും. ഈക്വിവാലൻസ് ആർ ഈക്വിവാലൻ്റ് ടു എസ് എന്നാണ് പറയുക. ആറും എസും ലോജിക്കലി ഈക്വിവാലൻ്റ് എന്ന് പറയും. ഓക്കെ, അതിൻ്റെ ജസ്റ്റ് ഒരു പ്രോബ്ലം നമ്മൾ നോക്കുക. ഓക്കെ, അതൊരു പ്രോബ്ലം വെച്ചിട്ട് നമ്മൾ എന്താണ് ഈക്വിവാലൻ്റ് എന്നുള്ളത് ചെയ്യാണ്. അപ്പം ഇവിടെ ഇതാണ് നെഗേഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് പി കൺജങ്ഷൻ നെഗേഷൻ ക്യൂ ആർ ഈക്വിവാലൻ്റ്. അത് ഈക്വിവാലൻ്റ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ വീണ്ടും നമ്മൾ ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 പ്രൊപ്പോസിഷനാണ് വരുന്നത്. അത് സെയിം 2 പ്രൊപ്പോസിഷൻ ആണെങ്കിൽ 4 പോസിബിലിറ്റി. പി ക്യൂ ഏതൊക്കെ പോസിബിലിറ്റി? ടി ടി, ടി എഫ്, എഫ് ടി, എഫ് എഫ്, ഇങ്ങനെ 4 പോസിബിലിറ്റീസ്. നെക്സ്റ്റ് പി ഇംപ്ലൈസ് ക്യൂ എഴുതുക. പി ഇംപ്ലൈസ് ക്യൂ. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ടി ടി ടി, ടി എഫ് എഫ്, എഫ് ടി ടി, എഫ് എഫ് ടി. അതിൻ്റെ നെഗേഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ. നെഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് വരിക? ഈ കോളത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഴുതുക. ടി ആകുമ്പോൾ എഫ്, എഫ് ആകുമ്പോൾ ടി, ടി ആകുമ്പോൾ വീണ്ടും എഫ്, ടി ആകുമ്പോൾ എഫ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അതായത് ഈ ഒരു പോർഷൻ നമ്മൾ ചെയ്തു. നെഗേഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പി കൺജങ്ഷൻ നെഗേഷൻ ക്യൂ ആണ്. അപ്പോൾ നെഗേഷൻ ക്യൂ എന്നുള്ള കോളം വേണം. നെഗേഷൻ ക്യൂ എന്താ വരിക? ഇതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ എന്താണ്? എഫ് ടി, എഫ് ടി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പി കൺജങ്ഷൻ നെഗേഷൻ ക്യൂ. പി കൺജങ്ഷൻ നെഗേഷൻ ക്യൂ എന്ന് പറയുമ്പോൾ ഈ ഒരു കോളം എടുക്കുക, ഈ ഒരു കോളം എടുക്കുക. കൺജങ്ഷൻ ആണ്. കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ വരിക? രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഫൈനൽ ആൻസർ എന്ത് വരുള്ളൂ? ട്രൂ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ടി എഫ് എഫ്, ടി ടി ടി, എഫ് എഫ് എഫ്, എഫ് ടി എഫ്. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക ഈ 2 കോളം നെഗേഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ കോളവും പി കൺജങ്ഷൻ നെഗേഷൻ ക്യൂവിൻ്റെ കോളവും ഇത് രണ്ടും എന്താണെന്ന് പറയാം. ഇത് രണ്ടും ഈക്വൽ ആണ്. ഈ 2 കോളവും നിങ്ങൾ നോക്കുക, ഈക്വൽ ആണ്. അപ്പോൾ ഈ ലോജിക്കലിൻ്റെ കേസിൽ നമ്മൾ എന്ത് പറയും? ഈ നെഗേഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂവും പി കൺജങ്ഷൻ നെഗേഷൻ ക്യൂ എന്താണെന്ന് പറയും? ഈക്വിവാലൻ്റ് ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ 2 കോമ്പൗണ്ട് പ്രൊപ്പോർഷൻ ഇത് കാണുമ്പോഴെന്തല്ല സെയിം അല്ല. അപ്പോൾ 2 എണ്ണം ഈക്വിവാലൻ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ട്രൂത്ത് വാല്യൂസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അത് എന്താണ്? ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം അത് രണ്ടും ഈക്വിവാലൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം തരാം. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അതായത് ഷോ ദാറ്റ് 2 കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ഉണ്ട്. അത് ലോജിക്കലി ഈക്വിവാലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് നോക്കുക. പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറയുന്നത് നെഗേഷൻ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെഗേഷൻ ക്യൂ. ഇതിൻ്റെ
ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നിങ്ങൾ ഒരു ട്രൂത്ത് ടേബിളിൽ കൺസ്ട്രക്ട് ചെയ്യുക. അത് രണ്ടും ഈക്വൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.